ബ്രഹ്മസ്ഥാനം ശൂന്യമായിട്ടുള്ളൊരു സ്ഥലമാണോ? ഹായ്, നമസ്കാരം. വാസുദേവത്തിൻ്റെ മറ്റത്തേതിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ബ്രഹ്മസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയും ബ്രഹ്മസ്ഥാനം ഒഴിച്ചിടേണ്ട ഒരു സ്ഥാനമാണ്, അവിടെ വെയിറ്റ് ഒന്നും വരാൻ പാടില്ല എന്ന് ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഞാനിപ്പോൾ. പക്ഷേ നിങ്ങൾ ഈ മനസ്സിലാക്കുന്നത് പോലെ ബ്രഹ്മസ്ഥാനം ശൂന്യമായ ഒരു സ്പേസ് ആയിട്ടല്ല കണക്കാക്കുന്നത്. ബ്രഹ്മസ്ഥാനത്താണ് ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തുവിൽ ജിയോ മാഗ്നറ്റിക് പുള്ളുകൾ ന്യൂട്രലൈസ് ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ ജിയോ മാഗ്നറ്റിസം ന്യൂട്രലൈസ് ചെയ്യുന്ന സ്ഥലമാണ് ഈ സെൻട്രൽ പോയിൻ്റ്. അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ട്രക്ചറിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, അത് വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വേണമെങ്കിലും പറയാം. ഇതൊരു ശൂന്യമായ ഒരു സ്പേസ് എന്നുള്ളതിൻ്റെ അർത്ഥമല്ല. ഈ സ്പേസിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവിടെയാണ് എനർജി, കറക്റ്റായിട്ടുള്ള എനർജി പാസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീടിൻ്റെ ഒരു ഹാർട്ട് പോലെ തന്നെ നമുക്ക് കണക്കാക്കേണ്ട ഒരു സ്ഥലമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ നിങ്ങൾ ഹെവി ആയിട്ടുള്ള ഓബ്ജക്ട്സ് വയ്ക്കുക, അല്ലെങ്കിൽ അവിടെ വാൾ വരും. ഇപ്പം ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് പ്ലാൻ നോക്കാൻ പോയപ്പോഴത്തേക്കും, ഒരു വീട് നോക്കാൻ പോയപ്പോഴത്തേക്കും ബ്രഹ്മസ്ഥാനത്തിന് ക്രോസ് ചെയ്തുകൊണ്ടൊരു വാൾ കിട്ടിയിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്ന് പറയുമ്പോൾ അവിടെ വെയിറ്റ് എക്സേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വാസ്തുപുരുഷൻ്റെ ഹൃദയം ഇരിക്കുന്ന സ്ഥലം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം അവിടെ ഒരു വെയിറ്റ് വന്നാൽ ഒരു ഹൃദയത്തിൽ വെയിറ്റ് വരുന്ന എഫക്റ്റ്, അല്ലെങ്കിൽ നമുക്കൊരു കറസ്പോണ്ടിങ് ആയിട്ട് അവിടുത്തെ ഇൻഹാബിറ്റൻസിന് സ്ട്രെസ് ഫാക്ടേഴ്സ് കൂടുക, അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് കൂടുക. ഈ ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ എടുക്കരുത്, ഈ പറഞ്ഞ നെഞ്ചിന് ഭാരമുണ്ടാക്കുന്നത് എന്ന് പറയില്ല. അപ്പോൾ അതൊരു വിമ്മിഷ്ടം, അല്ലെങ്കിൽ നമുക്കൊരു മാനസികമായ പ്രയാസങ്ങളെയും നമുക്കങ്ങനെ പറയാം. അപ്പോൾ ശരിക്കും വേറൊരു കുറേ റിസൾട്ട് എന്ന് പറയുന്നത് ഫാമിലിയിൽ ഫൈറ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയർച്ചയില്ലായ്മ, അങ്ങോട്ടൊരു മൂവ്മെൻ്റ് ഇല്ല, ജീവിതം ഒരേ ലെവലിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന, ഒരു ചേഞ്ച് ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ പ്രശ്നമാണ്. അതുപോലെ ഹെൽത്തി കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ബ്രഹ്മസ്ഥാനത്തിൻ്റെ നമ്മളിപ്പം ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബ്രഹ്മസ്ഥാനത്തേക്ക് നമ്മൾ ഒരു ഗർഭഗൃഹം എന്ന് പറയുന്നത് ദേവൻ ഇരിക്കുന്ന സ്ഥലമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം അതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അത് വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മസ്ഥാനത്ത് ഒരു കാരണവശാലും വെയിറ്റ് ഇരിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു റൂളായിട്ട് തന്നെ എടുക്കുക. കഴിയുന്നെങ്കിൽ നമ്മളത് ഓപ്പൺ ചെയ്തൊരു ഓപ്പൺ കോർട്ട്യാർഡായിട്ട് കൊടുക്കുന്നതാണ്. 4-കെട്ട് മോഡലിലൊക്കെ വരുമ്പോൾ, ചതുശാലയ്ക്കാണ് നമ്മൾ അങ്ങനെ കൂടുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 4-കെട്ട് മോഡലിൽ വരുമ്പോൾ നമുക്ക് അതുപോലെ ഒരു ഓപ്പൺ കോർട്ട്യാർഡ് കൊടുത്തു കഴിഞ്ഞാൽ സെൻട്രൽ ഷാഫ്റ്റ് പോലെ അത് ആക്ട് ചെയ്യും. വീട്ടിനുള്ളിൽ ചൂട് തങ്ങി നിൽക്കുന്ന ഒഴിവാക്കുകയും വളരെ ഫ്രീ ഫ്ലോ ഓഫ് എയർ വരികയും ചെയ്യും. അപ്പം നമുക്ക് പലർക്കും സംശയം ഉണ്ടാകും, അങ്ങനെയാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് വിടുക, അങ്ങനെയാണെങ്കിൽ മഴ പെയ്താൽ വെള്ളം അകത്ത് വരില്ലേ? അങ്ങനത്തെ അത് വെള്ളം അകത്ത് വരാത്ത രീതിയിൽ ഗ്ലാസ് വെച്ച് കവർ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലൈറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. കാറ്റിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഓപ്പണബിളായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഗ്ലാസ്സിനെ നമുക്ക് റിമോട്ട് കൺട്രോൾ ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ ഗുണകരമായിരിക്കും. നമുക്ക് ലൈറ്റ് വേണമെങ്കിൽ ലൈറ്റും എയറും വേണമെങ്കിൽ നമുക്ക് എയർ പാസേജ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി വെള്ളം വീഴുകയാണ് ഉദ്ദേശമെങ്കിൽ വീഴുന്നിട്ട് അതിനെ ഡ്രെയിൻ ഔട്ട് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി കൂടെ നമ്മൾ കൺസ്ട്രക്ഷൻ സമയത്ത് ചെയ്തു പോകണം. ഇതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ബ്രഹ്മസ്ഥാനത്തെ വളരെ സീക്രട്ടായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നമ്മൾ ഒരു വീടെടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈശാന്യ കോണ്, അത് കഴിഞ്ഞ് പിന്നെ ബ്രഹ്മസ്ഥാനം, ഇതെല്ലാം നമ്മൾ നോക്കണം. ഒരു ലേ ഔട്ട് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു മൊബിലിറ്റി വീട്ടിനുള്ളിൽ വരികയും കൂടെ വേണം. ഈ സെൻട്രൽ സ്പേസിൽ നമുക്ക് എത്രത്തോളം വേക്കൻ്റായിട്ട് കിട്ടുന്നു, അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാസേജ്, വീട്ടിനുള്ളിലുള്ള പ്രദക്ഷിണവും കറക്റ്റായിട്ട് പറയും. ഇത്രയും പറഞ്ഞിട്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്ന മറ്റു നല്ല വീഡിയോ നിങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.